കഴിഞ്ഞ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ, മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഏത് പാർട്ടിക്ക് വേണ്ടി, ഏത് വിഭാഗത്തിലുള്ള നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന PR ഏജൻസിയാണ് ഈ കെയ്സർ എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അവരുടെ നിർദ്ദേശാനുസരണമാണ് ഈ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തത്. ഇതേ ഏജൻസി ഗലീജ് ടൈംസിന് വേണ്ടിയിട്ടും ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ വേണമെങ്കിൽ അത് മന്ത്രിമാർ ചോദിച്ചാൽ കറക്റ്റാണ്. മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ വേണമെങ്കിൽ എന്തിനാണ് ഒരു PR ഏജൻസി? പക്ഷെ ഇവിടെ PR ഏജൻസിയെ ഉപയോഗിച്ചു. ആ PR ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ബന്ധപ്പെട്ടിട്ടാണ് അവർ ഇന്റർവ്യൂവിന് വന്നത്. മുഖ്യമന്ത്രി ആ ഇന്റർവ്യൂവിന് ഇരുന്നു കൊടുത്തു. വഴി കൂടി പോയ ആരെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ നിങ്ങളുടെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിൽ ചോദിച്ചാൽ ഞാൻ ഇരുന്ന് തരുമോ? ഞാൻ എൻ്റെ ഓഫീസ് വഴിയോ ഞാൻ അറിഞ്ഞുകൊണ്ടോ അല്ലാതെ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ തരുമോ? അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യും അങ്ങനെ. വഴി കൂടി പോയ ആരെങ്കിലും ഹിന്ദുവിൽ വിളിച്ചൊരു ഇന്റർവ്യൂ കൊടുക്കാൻ പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇരുന്ന് ഇന്റർവ്യൂ കൊടുക്കുക. അപ്പൊ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് ഇന്റർവ്യൂ കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ഇന്റർവ്യൂവിൽ പറയാത്ത കാര്യം അഡീഷണൽ ആയിട്ട് എഴുതി ചേർപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച വേറെ PR ഏജൻസികൾ വേറെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ നടന്ന ഈ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പ്രതിപക്ഷമാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നിയമസഭയിൽ ഞാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് പറഞ്ഞത്. അന്ന് മുഖ്യമന്ത്രി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അന്ന് ഞങ്ങൾ പറഞ്ഞു ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് കേരള സർക്കാരാണ് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ചെയ്തത് BJP ചെയ്യുന്നത് പോലെ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് കൗശലത്തോടുകൂടി. ഇപ്പൊ വീണുപോയി. ഇതാകെ വിവാദമായപ്പോൾ വീണുപോയി. അപ്പൊ വീണയിടത്ത് കിടന്ന് ഉരുളിയാണ്. പിന്നെ ദേശാഭിമാനി പത്രം ഹിന്ദുവിന്റെ ആ വിശദീകരണ കുറിപ്പ് മുഴുവൻ കൊടുക്കാത്ത ഏക പത്രം ദേശാഭിമാനിയാണ്. ബാക്കി എല്ലാ പത്രവും ഹിന്ദുവിന്റെ വിശദീകരണ കുറിപ്പ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ഹിന്ദുവിന്റെ വിശദീകരണ കുറിപ്പ് വായിച്ചാൽ മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് വളരെ ക്ലിയറാണ്. ഈ ഏജൻസിക്കുള്ള മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളാണ്. അവരാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ വാചകം പറയിപ്പിച്ചിരിക്കുന്നത്. ഇത് ദേശീയ തലത്തിൽ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവാണ്. അവരുടെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവാണ് മുഖ്യമന്ത്രിയിലെ നാവിലൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്.